ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ഞാൻ വായിച്ചത് ശ്രദ്ധിച്ചല്ലോ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്, അതാണ് നമ്മുടെ ചിന്താ വിഷയം. ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷപാതം ചെയ്യുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന പോലും പലർക്കും ഇല്ല. ആ സമയത്താണ് പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന തലമായ പക്ഷപാതം എന്ന ഭാഗത്തേക്ക് ഞാൻ ഇന്ന് പ്രവേശിക്കുന്നത്. പക്ഷേ അത് ദൈവത്തിന് ഹിതമുള്ള കാര്യമാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞു. ഈ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നൊന്നുമില്ല. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് ദൈവഹിതപ്രകാരം, അത് ദൈവം അനുവദിച്ചിട്ടുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് കാരണം വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ പക്ഷപാതം ചെയ്യുന്നത്, അത് ദൈവത്തിന് ഇഷ്ടമാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം അത് പറയുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നില്ല. ഇവിടെ പറയുന്നതിനാണ് കർത്താവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി സദാ ജീവിക്കുന്നവന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അർത്ഥം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, എപ്പോഴും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരല്പം സ്പീഡ് കൂട്ടുന്നത് കൊണ്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അല്പം സ്പീഡ് കുറയ്ക്കാനും ശ്രമിക്കാം. അങ്ങനെ നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നതാണ് കർത്താവും ദൈവമക്കൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്, അത് ദൈവഹിത പ്രകാരമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തുവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാമും പക്ഷപാതം ചെയ്യണം, അത് ദൈവഹിതമാണ്. അത് അവന് പ്രസാദമുള്ളൊരു കാര്യമാണ് നാം പക്ഷപാതം ചെയ്യുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഗിരിപ്രഭാഷണ സമയത്ത് യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. 44-45 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എൻ്റെ അടുത്ത വാചകം വായിക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ ഇത് നമ്മൾ ചെയ്യണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പിതാവിന്റെ പുത്രന്മാരായി തീരണമെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥന ചെയ്തേ പറ്റും. അപ്പൊ ഞാൻ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത് പക്ഷപാതത്തിന്റെ പ്രാർത്ഥനയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് പറയും. വിശദീകരണം കൂടാതെ ഞാനത് പറയാം. ഒത്തിരി ഭാഗങ്ങളെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഈ നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റൊരു ദിവസത്തേക്കും ബാക്കി വയ്ക്കുന്നില്ല. അത് നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിലാക്കുന്നതിന് തടസ്സമായി വരുന്നത് കൊണ്ട് ഈ ദിവസം തന്നെ അത് പറഞ്ഞു തീർക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെ, ഇപ്പോൾ 1-ാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷപാത പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീരണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെ ഈ പ്രാർത്ഥന നടത്തണം. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, പക്ഷപാത പ്രാർത്ഥന നടത്തണം. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരായി അംഗീകരിക്കപ്പെടുവാൻ, പിതാവിന്റെ പുത്രന്മാരായി അംഗീകരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരന്മാരായി നമ്മൾ അംഗീകരിക്കപ്പെടുവാനായിട്ട് ഈ പ്രാർത്ഥന നടത്തുന്ന സ്വഭാവം നമുക്ക് വേണം, അല്ലേ? കർത്താവിന്റെ സ്വഭാവം നമ്മിലേക്ക് പകർത്തപ്പെടുമ്പോഴാണ് നാമും അവന് തുല്യരായി, അല്ലെങ്കിൽ അവന്റെ സഹോദരന്മാരായി, അല്ലെങ്കിൽ ദൈവമക്കളായി അംഗീകരിക്കപ്പെടുന്നു. അപ്പൊ 1-ാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിനെ പുത്രന്മാരായി തീരുവാൻ വേണ്ടി ഈ പക്ഷപാത പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. 2-ാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്, ഈ പക്ഷപാത പ്രാർത്ഥന മറ്റേത് പ്രാർത്ഥനയെക്കാളും വളരെ ഫലമുള്ളതാണ്. വേദപുസ്തകത്തിലെ 100 കണക്കിന് പക്ഷപാത പ്രാർത്ഥന ഉദാഹരണങ്ങൾ കിടക്കുന്നുണ്ട്. ഞാൻ ഇതിനെ റഫറൻസ് നോക്കിയപ്പോൾ ഒരു 100 കണക്കിന് പ്രാർത്ഥന, ഈ 100ഓളം വാക്യങ്ങൾ അതിൽ കൂടുതൽ കാണും. അത്രയധികം വാക്യങ്ങൾ പലർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതും, ദൈവത്തോട് പക്ഷപാതം ചെയ്തതും, മനുഷ്യരോട് പക്ഷപാതം ചെയ്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് വളരെ ഫലമുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പക്ഷപാത പ്രാർത്ഥന. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ,
അബ്രഹാം ലോത്തിന് വേണ്ടി നടത്തിയ പക്ഷപാത പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന വൻ വിജയമായിരുന്നല്ലോ. ലോത്തിനെ രക്ഷിച്ചില്ലേ? അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ലോത്ത് സോദോം ഗൊമോറയിൽ നശിക്കാതിരുന്നത്. അപ്പൊ പക്ഷപാത പ്രാർത്ഥന നടത്തിയിടത്തൊക്കെ കാണാനായിട്ട് കഴിയുന്നത് ഫലവത്തായ ഒരു പ്രാർത്ഥനയാണ് പക്ഷപാത പ്രാർത്ഥന. കാരണം വേറൊന്നും കൊണ്ടല്ല, മറ്റെല്ലാ പ്രാർത്ഥനയെക്കാളും ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് പക്ഷപാത പ്രാർത്ഥന. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നത്. പക്ഷെ നാം പലപ്പോഴും ഈ പ്രാർത്ഥന ഒഴികെ ബാക്കി എല്ലാ പ്രാർത്ഥനയിലും നമുക്ക് പോകാൻ താല്പര്യമാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇനി 1 തിമോത്തിയോസ് 2:2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പക്ഷപാത പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവഹിതമുള്ള കാര്യമാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഈ വാക്യം ഞാനിപ്പോൾ വായിക്കുന്നില്ല, അല്പം കഴിഞ്ഞ് ഞാൻ വീണ്ടും വായിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വായിക്കാത്തത്. 1 തിമോത്തിയോസ് 2:2-3 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നതിനാണ് പക്ഷപാത പ്രാർത്ഥന ദൈവഹിതമുള്ള കാര്യമാണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവമക്കള് പക്ഷപാത പ്രാർത്ഥന നടത്തണമെന്നും അതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് 1 തിമോത്തിയോസ് 2:2, 3, 4 വാക്യങ്ങൾ അവിടെ കാണാനായിട്ട്. നമുക്ക് പിന്നീട് വായിക്കാം. 4-ാമത്തെ കാര്യം ഞാൻ പറയാം. പക്ഷപാത പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ഥിതിക്ക് മാറ്റം വരും. നാം പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാ, പക്ഷെ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും. ഇത് പറഞ്ഞപ്പോഴേ ഉദാഹരണം മനസ്സിലായി, യോബിന്റെ കാര്യം അല്ലേ? യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ഭേദം വന്നു. അതിനൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ പ്രാർത്ഥന ദൈവം ഉദ്ദേശിക്കുന്നത് ഇയ്യോബിന് സകലവും മടക്കി കൊടുക്കാനാണ്. മടക്കി കൊടുക്കാന്നല്ല, ഇരട്ടിയായി കൊടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം ഇയ്യോബിന്റെ സ്ഥിതി മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഷ്ടതയുടെ സ്ഥിതി മാറ്റി, ഈ നശിച്ചുപോയ എല്ലാ അവസ്ഥകളും മാറ്റി സ്ഥിതി മാറ്റിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവം നോക്കിയപ്പോൾ ഒരു തടസ്സം കണ്ടെത്തി. തടസ്സം മറ്റൊന്നുമല്ല, ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. അവിടെ നേരത്തെ നമ്മൾ വായിച്ചല്ലോ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും. കാരണം ഇത്രയും നേരം സ്നേഹിതന്മാരായിട്ടിരുന്നവർ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബിന്റെ മനസ്സിൽ ഒരു ശത്രുത വന്നിട്ടുണ്ട്, ഇവരോടൊരു വിഷമം വന്നിട്ടുണ്ട്. ഇത് നിലനിൽക്കുമ്പോൾ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാ, നീ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയത്. ദൈവമക്കളെ, ഗൗരവം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് പോലും നാം യഥാർത്ഥത്തിൽ പക്ഷപാത പ്രാർത്ഥന നടത്താത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഉന്നത തലങ്ങളിലേക്ക് നാം പ്രവേശിക്കാത്തത് കൊണ്ട് നാം പ്രാപിക്കേണ്ട അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതിയിൽ ഒരു മാറ്റം വരുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഭക്തനും നീതിമാനും എല്ലാം ശരിയാ, എല്ലാം ഓക്കെയാ, ഇയ്യോബേ എല്ലാം ശരിയാ, നീ തള്ളി പറഞ്ഞില്ല, ഒക്കെ ഓക്കെയാ. പക്ഷെ നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് തടസ്സമായി നിന്റെ ജീവിതത്തിൽ കാണുന്നത്, നീ നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പക്ഷപാത പ്രാർത്ഥന നടത്തിയേ പറ്റൂ. ആ പക്ഷപാത പ്രാർത്ഥന കഴിയുമ്പോഴാണ് ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നത്. അവന്റെ സ്ഥിതിക്ക് പൂർണ്ണ സൗഖ്യം വരികയാണ്, അല്ലെങ്കിൽ അവന്റെ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടുകയാണ്. അവന്റെ സ്ഥിതി പണ്ടത്തിലേക്കാളും ഇരട്ടിയായ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെ ദൈവമക്കളെ, ഈ ദൈവഹിതപ്രകാരമുള്ള ഈ പക്ഷപാത പ്രാർത്ഥനയുടെ ഒരു പടിയിലേക്ക് നാം ഒന്ന് കയറുവാൻ ഈ ദിവസങ്ങളിൽ തീരുമാനിച്ചാൽ നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ഉപദേശിക്കുകയാണ്. അപ്പോസ്തലന്മാർ ദൈവവചന പ്രകാരം ഉപദേശിച്ച, കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ വിലയേറിയ ചിന്ത പലപ്പോഴും നാം മറന്നുപോയിട്ടില്ലേ? സ്തോത്രം. ഇതിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഇന്ന് പ്രബോധിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നാം മടങ്ങി വന്നേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സ്ഥിതി മാറുവാൻ അത് കാരണമായി തരും. 5-ാമത്തെ ഗുണം ഞാൻ പറയാം. എബ്രായ ലേഖനം 7:25 വായിക്കുന്നുണ്ട്, ഞാൻ പിന്നീട് വായിക്കാം. നേരത്തെ നമ്മൾ വായിച്ചല്ലോ 7:25. അതുകൊണ്ട് അവിടെ പറയുന്നത് കർത്താവ് അവരെ പൂർണ്ണമായി രക്ഷിക്കുന്നതോടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷപാതം ചെയ്യുന്നതിന്, ഈ പക്ഷപാതം ചെയ്യുന്നവർക്ക് വേണ്ടി കർത്താവിന്റെ ഒരു പ്രത്യേകത പറയാം, അവർ പൂർണ്ണമായി രക്ഷിക്കും. ഞാൻ അത് തെളിവ് സഹിതം പിന്നീട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ അത്രയും പറഞ്ഞു പോവുകയാണ്. അപ്പൊ 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഈ പക്ഷപാത പ്രാർത്ഥനയുടെ ഒരു 5 ഗുണങ്ങളെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒന്ന്, സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രന്മാരായി തീരുവാൻ അത് കാരണമായി തീരും. ദൈവം അംഗീകരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും, ഈ ദൈവപ്രകാരമുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടുവന്ന് ധ്യാനിക്കുകയും ചെയ്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി തന്നെ. അല്ലെങ്കിൽ നിത്യത നമ്മുടെ ലക്ഷ്യമാക്കി വെച്ച് പോകുന്നവർക്കുള്ള ഉപദേശങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശം മുഴുവൻ. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുക, നിത്യതയിൽ നമ്മൾ എത്തണമെങ്കിൽ, അവിടെ നമ്മെ പുത്രന്മാരായി അംഗീകരിച്ച് നമ്മളെ സ്വീകരിക്കണമെങ്കിൽ നാം പക്ഷപാത പ്രാർത്ഥന നടത്തിയേ പറ്റൂ. 2, ഫലമുള്ള പ്രാർത്ഥനയാണ്. നിശ്ചയമായും വളരെ ഫലമുള്ള പ്രാർത്ഥനയാണ് പക്ഷപാത പ്രാർത്ഥന. 3, ദൈവികമുള്ള കാര്യമാണ് ഇത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 4, സ്വന്തം സ്ഥിതി മാറിക്കിട്ടുവാൻ ഇത് കാരണമായി തീരും. 5, കർത്താവ് അവരെ പൂർണ്ണമായി രക്ഷിക്കും. ഈ 5 ഗുണങ്ങളുള്ളിടത്തോളം കാലം നാം മനസ്സിലാക്കുക, ഈ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നാം ഒരിക്കലും ഇത് വിട്ടുകളയാൻ പാടില്ല.
ഇനി നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ആരൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്കവിടെ കണ്ടെത്താനായിട്ട് കഴിയും. ഞാൻ ചിലത് മാത്രം ഒന്ന് പറയാം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഓർമ്മ വരുന്ന കാര്യം ഇതാണ്, അബ്രഹാം ലോകത്തിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നത് കൊണ്ടാണ്. അവിടെയൊക്കെ നിന്ന് ഒത്തിരി നമുക്ക് ധ്യാനിക്കാൻ കഴിയും ഈ പക്ഷപാത പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ധ്യാനിപ്പാനായിട്ട്. എന്ന് പറഞ്ഞാൽ പക്ഷപാത പ്രാർത്ഥന എത്ര നേരം നടത്തണം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മുന്നോട്ട് കൊണ്ടുപോകണം, ആ ജയം കിട്ടുന്നവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു മറുപടി ലഭിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ആ വിഷയം വെച്ച് ധ്യാനിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിട്ട് മുന്നോട്ട് പോവുകയാണ്. ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് നമുക്ക് കാണാനായിട്ടാണ്. 1 ശമൂവേൽ 7-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് കാണുന്നത്. 1 ശമൂവേൽ 7-ന്റെ 5 മുതൽ 9 വരെയുള്ള അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഫെലിസ്ത്യരുടെ ആക്രമണം ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഇത് വല്ലാത്ത പ്രതിസന്ധിയായി വന്നപ്പോഴാണ് ശമൂവേൽ പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. അതിന് എല്ലാവരും കൂടി വന്ന് അവര് ആത്മാർത്ഥമായി ദൈവത്തോട് ഈ വിഷയത്തെ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയുടെ ഫലം അവിടെ പറയുന്നുണ്ട്. അതാണ് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. പിന്നെ ഫെലിസ്ത്യരെ ഒതുങ്ങി, അവർ പിന്നീട് അങ്ങോട്ട് വന്നില്ല. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നതായി കാണുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാനായിട്ട്. യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു, ഇതുവരെ ദൈവം നടത്തിയതാ ശരിയാ, പക്ഷെ ഇനിയൊരു സഹായം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഊരുമരപ്പെട്ടുകൊണ്ട് അവര് പ്രാർത്ഥിക്കുകയാണ്. ശമൂവേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ആ വലിയ വിടുതൽ നമ്മളവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മോശ മിര്യാമിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാവുന്ന കാര്യമാണ്. അവർക്കൊരു വിടുതൽ ലഭിക്കാൻ, അല്ലെങ്കിൽ പാളയത്തിന് പുറത്ത് സ്ഥിരമായി കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് വലിയ വിജയമായി കാണാൻ കഴിയുന്നു. ഇയ്യോബിന്റെ പ്രാർത്ഥന, ഇയ്യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി നടത്തിയ പക്ഷപാത പ്രാർത്ഥന നമുക്കറിയാം. നെഹമ്യാവ് പക്ഷപാത പ്രാർത്ഥന നടത്തിയത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു ഭാഗമുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ പത്രോസിന്റെ വീട്ടിൽ വന്ന സമയത്ത് പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാര് യേശുവിനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊരു പക്ഷപാതം നടത്തുക, പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ഒന്ന് കൈവയ്ക്കണം, ഒന്ന് സൗഖ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് യാചന നടത്തുന്നത് കാണാനായിട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥനയും വളരെ ഫലിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ലൂക്കോസിന് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ എസ്ര ഇസ്രായേൽ ജനത്തിന് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്തിയത് എസ്രയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കുമ്പോൾ ആ പ്രാർത്ഥന കാണാനായിട്ട് കഴിയും. അതേപോലെ യോനാഥാൻ ദാവീദിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ എസ്തർ നടത്തുന്ന പ്രാർത്ഥന, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ പോയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഓരോ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈ പക്ഷപാത പ്രാർത്ഥനയുള്ള ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് കാരണമായി തീരും. ദൈവജനത്തിന്റെ സ്വയപഠനത്തിന് വേണ്ടി ഞാൻ ആ ഭാഗങ്ങളെ വിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഇനി ചിന്തിക്കാൻ കഴിയുന്നത്, നാം ആർക്കെല്ലാം വേണ്ടി പക്ഷപാതം ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത. നമ്മൾ പക്ഷപാതം ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഒത്തിരി പേര് പക്ഷപാതം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളോട് പക്ഷപാതം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം, ആർക്കൊക്കെ വേണ്ടി പക്ഷപാതം ചെയ്യണം. 1 തിമോത്തിയോസ് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാൻ പോവുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ആ വാക്യങ്ങളാണ്. 1 തിമോത്തിയോസ് 2 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്ന 2-ാമത്തെ വാക്യം വായിക്കുന്നു. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. ഏറ്റവും മുമ്പേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് അറിയോ? പക്ഷപാതം ചെയ്യണം, പ്രാർത്ഥന വേണം, യാചന വേണം, പ്രാർത്ഥന വേണം, പക്ഷപാതം വേണം, സ്തോത്രം ചെയ്യണം. ഇതാണ് നമ്മുടെ അതിന്റെ ക്രമം. അപ്പോ യാചനയും പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതിന്റെ 3-ാമത്തെ ലെവലാണ് സത്യം പറഞ്ഞാൽ പക്ഷപാതം. നമ്മൾ യാചിക്കാറുണ്ട് നമുക്ക് കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച്, നമ്മൾ പ്രാർത്ഥന നടത്താറുണ്ട്, നമ്മൾ അപേക്ഷ വയ്ക്കാറുണ്ട്. അതേപോലെ തന്നെ അതിന്റെ 3-ാമത്തെ ലെവലാണ് പക്ഷപാതം. ഈ പക്ഷപാതം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയണ്ട, അറിയാതെ നമ്മൾ സ്തോത്രം ചെയ്തു പോകും. അതെന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം. സ്തോത്രം നമുക്ക് റിസൾട്ട് കിട്ടിയതിന്റെ ഒരു ഫലമായിട്ട് കാണുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ലെവല്, പ്രാർത്ഥനയുടെ ലെവല് പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ 3-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കി. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഏറ്റവും നല്ല കാര്യമാണെന്നാ പറയുന്നത് പ്രാർത്ഥനയുടെ ഈ ലെവലിലേക്ക് കിടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ലെവലിൽ ഒരു മാറ്റം വന്നുകൊണ്ട് നാം ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര വളരെ ശ്രേഷ്ഠമായ വാക്യമാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിന്റെ അടുത്ത വാക്യം കൂടെ നമ്മളൊന്ന് 4-ാമത്തെ വാക്യം കൂടെ വായിച്ചു നോക്കി. അവൻ സകല മനുഷ്യരും
രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അതുകൊണ്ടാണ് ഈ പക്ഷപാത പ്രാർത്ഥന നടത്താനായിട്ട് പറഞ്ഞത്. അതിന് കാരണം പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത് കണ്ടത് ഇങ്ങനെയാണ്, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയിട്ടും നമ്മൾ പക്ഷപാതം നടത്തണം. അപ്പോൾ പക്ഷപാതം നടത്തേണ്ട ലിസ്റ്റുകൾ വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റിൽ ആരൊക്കെയാണ്? രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ ലേഖനത്തിലെ 5:14 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, രോഗികളായിട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പക്ഷപാത പ്രാർത്ഥന നടത്താം. അപ്പോൾ രോഗികളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകാം, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പക്ഷപാത പ്രാർത്ഥന നടത്താം. പിന്നെ നമുക്കറിയാം സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പക്ഷപാത പ്രാർത്ഥന നടത്തുന്നത്. ഇപ്പോൾ മോശയുടെ പ്രാർത്ഥന തന്നെ അതിന് എക്സാമ്പിൾ ആണല്ലോ, എടുത്ത് വായിക്കേണ്ട കാര്യമില്ല ഇല്ലേ? മോശ മിരിയാമിനും അഹരോനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പക്ഷപാത പ്രാർത്ഥന നടത്താനായിട്ട് കഴിയും. സ്നേഹിതന്മാർക്ക് വേണ്ടി പക്ഷപാത പ്രാർത്ഥന നടത്താനായിട്ട് കഴിയും. നാലാമത് കാണുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടി ഇല്ലേ? സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് പക്ഷപാത പ്രാർത്ഥന നടത്തിയത്. അപ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി നമുക്ക് പക്ഷപാത പ്രാർത്ഥന നടത്താം. അഞ്ചാമതും കാണാനായിട്ട് കഴിയുന്നത് എഗസ്കേലിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത് 22:30 വായിക്കുമ്പോൾ ദേശത്തിന് വേണ്ടി പക്ഷപാതം നടത്തണമെന്ന് അവിടെ പറയുന്നുണ്ട്. ദേശത്തിന് വേണ്ടി പക്ഷപാതം നടത്തുന്നതിനെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം ജാതിക്ക് വേണ്ടി ഇല്ലേ? നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, അത് മനസ്സിലാക്കിയപ്പോൾ അവള് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുകയാണ്, അപേക്ഷയ്ക്ക് വേണ്ടി അവൾ തയ്യാറാകുകയാണ്. അവൾ രാജാവിനോട് പക്ഷപാതം നടത്തുന്നുണ്ട്, ദൈവത്തോട് പക്ഷപാതം നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കി, അവിടെ ഒരു വിജയം കാണുന്നുമുണ്ട്. അപ്പോൾ ദേശത്തിന് വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ സ്വജാതിക്ക് വേണ്ടി നമ്മൾ പക്ഷപാതം നടത്താം. ഏഴാമതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്, അതായത് ദൈവകോപത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷ പ്രാപിക്കാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പക്ഷപാതം നടത്താം. ആർക്കുടെയും മേൽ ദൈവകോപം ചൊരിയുന്നു എന്നൊരു അറിവ് നമുക്ക് കിട്ടിയാൽ, അതാണ് അബ്രഹാം ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, പക്ഷപാത പ്രാർത്ഥന. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അത് ഓട്ടനടി പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ വൈകിപ്പോയാൽ, പക്ഷപാത പ്രാർത്ഥന വൈകിപ്പോയാൽ സംഭവിക്കാവുന്ന ഒരു മുന്നറിയിപ്പാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ദൈവകോപം അവരുടെ മേൽ ചൊരിയപ്പെട്ട് ലോത്ത് നഷ്ടപ്പെട്ടു പോയാല്. അപ്പൊ പക്ഷപാത പ്രാർത്ഥന ഇങ്ങനെ 6-7 കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ പക്ഷപാത പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാവണ്ടേ? അതിനും ഒരു ചെറിയ വിശദീകരണം തന്നില്ലെങ്കിൽ ഇത്ര നേരം ഞാൻ പറഞ്ഞത് മുഴുവൻ വേസ്റ്റായി പോകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു വരി ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ല. അതല്ല പ്രാർത്ഥന, പക്ഷപാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. യാചനയുണ്ട്, പ്രാർത്ഥനയുണ്ട്. കൂട്ടത്തോട് ഞാൻ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു 2 വാചകം പറഞ്ഞുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അതിന് ശരിയായ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, എഗസ്കേലിന്റെ പുസ്തകം 22:30 വാക്യം വായിച്ചാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ ചെറിയ വിശദീകരണം തരാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിനെ ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആ വാക്യം നമുക്ക് പരിചയമുള്ള വാക്യ. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് എന്ന് പറയും. ശരിയായ പദം ഇതാണ്, സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്. അതായത് ഇടിവിൽ നിൽക്കുക, അതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദേശത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി പണ്ട് ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം മതിൽ കെട്ടില്ല. ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും. രാജ്യത്തിന്റെ അതിർത്തികൾ മതിൽ കെട്ടുകയാണ്, ഇല്ലെങ്കിൽ ശത്രു വന്ന് ആക്രമിക്കും. എത്ര മതിൽ കെട്ടിയാലും ശത്രു ആക്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ശത്രുവിന്റെ ലക്ഷ്യം എങ്ങനെയാ? ഈ രാജ്യത്തെ കീഴടക്കണമെന്നാണ്. അവർ കണ്ടുവച്ച ഏറ്റവും നല്ല രാജ്യം എന്ന് തോന്നിയാൽ അതിനെ ആക്രമിച്ച് കീഴടക്കി ജയിക്കണമെന്ന് അവർക്ക് താല്പര്യം വരും. അപ്പൊ ഈ മതിൽ എത്ര സ്ട്രോങ് ആണെങ്കിലും ഈ ശത്രു വന്ന് മതിൽ ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കും. മതിൽ കൊണ്ടുവന്ന് ഇടിച്ച് അത് ഒരു ഭാഗം, അവർ ചെറിയൊരു ഭാഗം ഒരു വിടവുണ്ടാക്കും. ഒരു വിടവുണ്ടായി കിട്ടിക്കഴിഞ്ഞാൽ ആ വിടവിലൂടെയാണ് ശത്രു മുഴുവൻ അകത്തേക്ക് കയറുക. അങ്ങനെ മതിലിടിക്കുന്നത് കാണുമ്പോഴേ എല്ലാവരും ജാഗരൂകരാകും. ഇടിച്ചു തുടങ്ങി അവർ ഇടിച്ച് മതിൽ ഇടിച്ച് ഒരു വിടവുണ്ടാക്കിയെടുത്താൽ മതിലിന് ഒരാൾ കടക്കത്തക്ക വിധത്തിലുള്ള ഒരു ഗ്യാപ്പ് അവരുണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടി പല മെത്തേഡുകൾ അവർ ഉപയോഗിക്കുമായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന മരത്തിന്റെ മുകളിൽ വേറെ വലിയൊരു മരം കൊണ്ടുവന്ന് കയറി കെട്ടി തൂക്കിയിടും. എല്ലാവരും കൂടി ആ മരം വലിച്ചു പിന്നിലേക്ക് കൊണ്ടുപോയി ഫുൾ സ്പീഡിൽ കൊണ്ടുവന്ന് ഇടിക്കും. ഈ വലിയ മരം കൊണ്ടുവന്ന് ഈ മതിലിന്റെ മുകളിൽ ഇടിക്കും. അങ്ങനെ പലവട്ടം ആവർത്തിച്ച് ഇടിച്ച് വരുമ്പോൾ ഒരു വിടവുണ്ടായി വരും. ഈ വിടവ് വന്നു കഴിഞ്ഞാൽ ശത്രു ഓടി വരുമെന്നുള്ള ഉറപ്പാണ്. ഈ സമയത്ത് ആരെങ്കിലും ധൈര്യത്തോടെ പറയണം, ഞാൻ ഇടിവിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഓടിപ്പോയി ഈ ഗ്യാപ്പിലേക്ക് കയറണം. അവന് വാളം പിടിച്ച് കയറി നിൽക്കണം. എന്തിനാ അറിയോ? ശത്രു ഈ ഗ്യാപ്പിലേക്ക് കയറി വന്നാൽ അവനെ വെട്ടിക്കൊല്ലണം, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിച്ചു പോകും. ഈ രാജ്യത്തിന് വേണ്ടി അവൻ ഇടിവിൽ നിൽക്കുകയാണ്. ഈ ഗ്യാപ്പിലേക്ക് സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് അതാണ്. ആ ഗ്യാപ്പിനുള്ളിൽ ഒരാൾ കയറി നിൽക്കുകയാണ്. അവന്റെ കാര്യം പോക്കാം. അവനറിയാം, ഞാനവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അധികം നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശത്രു ഒത്തിരി പേരുണ്ട്, ഒന്നിനു പിറകെ ഒന്നായി അവർ വന്നുകൊണ്ടിരിക്കും. ഇവരെ മുഴുവൻ വെട്ടി വീഴ്ത്താനുള്ള ആരോഗ്യം എനിക്കുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്റെ ജീവൻ പോയാലും വേണ്ടില്ല, എന്റെ ജീവൻ നിൽക്കുന്നിടത്തോളം കാലം
ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു പറഞ്ഞുള്ളൊരു വാശിയോടെ അവൻ വാളും കൊണ്ട് ആ ഗ്യാപ്പിൽ നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ശത്രുവിനെ ഒന്നൊന്നായി അവൻ വെട്ടിവീഴ്ത്തും. കുറെ കഴിയുമ്പോൾ ഇവൻ തളരുമ്പോൾ ആ ശത്രു ഇവനെ കയറി വെട്ടും. ഇവൻ അവിടെ മരിച്ചു വീഴുമ്പോൾ ഇവന്റെ മേത്ത് കൂടെ ഓടിക്കേറിയാണ് അവര് അകത്തേക്ക് പ്രവേശിക്കുക. ഈ ശത്രു അകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ ഇവന്റെ ശവം പോലും എടുക്കാൻ കിട്ടില്ല. ഇവൻ പരന്നു പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇവൻ വീഴുന്നത് കാണുമ്പോൾ അടുത്ത ആൾ കയറി നിൽക്കാൻ വേണം. അങ്ങനെയാണ് യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ. അടുത്ത ആൾ കയറി വരണം. അപ്പോഴേക്കും കോട്ടയുടെ മുകളിലേക്ക് സൈന്യം കയറി മുകളിൽ നിന്ന് അമ്പ ചെയ്യാൻ തുടങ്ങും. ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്തിരുന്നത്. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. നാം നമ്മെ മറന്നിട്ട് മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സമർപ്പിതമാകുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്ന പേരാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന. ഇത് കുഞ്ഞുകളിയല്ല, വെറുതെ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. ഇതാ പക്ഷപാതം. ഇതാ നമ്മൾ ചെയ്യാൻ വൈകുന്നത്. ഇതാ നമുക്ക് പറ്റാതിരിക്കുന്ന കാര്യം. എല്ലാവർക്കും പക്ഷപാത പ്രാർത്ഥന നടത്താനൊന്നും കഴിയില്ലേ? ഞാൻ വിശദീകരിക്കാം. ആർക്ക് പക്ഷപാത പ്രാർത്ഥന നടത്താൻ കഴിയുമെന്ന് ഞാൻ പറയാം. ഇവിടെ പറയാണ് എല്ലാവരും പരിശ്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഇത്. പക്ഷെ ഇവിടേക്ക് എത്തണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്നറിയോ? നാം പക്ഷപാതം നടത്തുന്നത് ഇപ്പോൾ ദേശത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി, നമുക്ക് പക്ഷപാതം നടത്താനുള്ള ആരോടാണെന്നറിയോ? നമ്മുടെ ദൈവത്തോടാണ് പക്ഷപാതം നടത്താനുള്ളൂ. എല്ലാവർക്കും കയറി ദൈവത്തോട് പക്ഷപാതം നടത്താൻ പറ്റുമോ? ഇല്ല. ആർക്കാണ് പക്ഷപാതം നടത്താൻ കഴിയുക? അതാണ് അടുത്ത ചോദ്യം. ആർക്ക് പക്ഷപാതം നടത്താൻ കഴിയും? ദൈവത്തോട് അടുക്കുന്നവർക്ക് മാത്രമേ പക്ഷപാതം ചെയ്യാൻ പറ്റുള്ളൂ. ദൈവവുമായിട്ടൊരു അടുപ്പമില്ലെങ്കിൽ ദൈവത്തോടെ എങ്ങനെ പക്ഷപാതം നടത്തുന്നത്? ദൈവമേ സാധിച്ചേരണെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? വാദിക്കാൻ പറ്റുമോ? പക്ഷപാതം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താ? പക്ഷം പിടിച്ച് വാദിക്കുകയാണ്. ആരുടെ പക്ഷമാണ് പിടിക്കുന്നത്? നാം ആർക്ക് വേണ്ടിയാണ് പക്ഷം പിടിക്കേണ്ടത്? അവന് വേണ്ടി നിന്ന് വാദിക്കണം. അത് വാദിക്കാൻ ഒരാളെ ദൈവത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റുന്ന ആർക്കാ? ദൈവത്തോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും ചെന്ന് വാദിക്കാൻ സമ്മതിക്കുവോ? നടക്കുവോ? നടക്കില്ലേ? അതാണ് സംഭവിക്കുന്നത്. നമ്മിൽ ഭൂരിഭാഗം പേർക്കും പക്ഷപാത പ്രാർത്ഥന നടത്താൻ കഴിയാത്തതിന് കാരണം ഇതാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കാതെ സ്വന്തം കാര്യം മാത്രം പറഞ്ഞ് ഒരു ക്രമം എത്തിച്ച് അവർ പതിവ് പോലെ ദേവാലയത്തിൽ പോയി എന്ന് വായിക്കുന്നത് പോലെ കുറെ പതിവുകളുണ്ട് നമുക്ക്. അത് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്നവരൊന്നും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരല്ല. ദൈവം പക്ഷപാതം ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് പക്ഷപാതം ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. ദൈവമക്കളെ, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ പക്ഷപാതം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം കഴിയണം. യാക്കോബിന്റെ ലേഖനത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മനസ്സുള്ളവരൊക്കെ മാറ്റി ഇല്ലേ, കൈകളെ വെടുപ്പാക്കി നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. അപ്പൊ പിശാച് നമ്മെ വിട്ടോടിപ്പോവും. നമുക്ക് കർത്താവിനോട് അടുത്ത് ചെല്ലാൻ കഴിയും. അങ്ങനെ അടുത്ത് ചെന്നിട്ട് വേണം പക്ഷപാതം നടത്താൻ. കൊണ്ടോ എത്ര ഗൗരവമാണെന്ന് ഓർത്തു നോക്കി. ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണെന്നുള്ള വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. ദൈവം അംഗീകരിക്കുന്നതിന് കാരണം മനസ്സിലായോ? ഈ പക്ഷപാത പ്രാർത്ഥനയുടെ റിസൾട്ട് കിട്ടാൻ കാരണം മനസ്സിലായോ? അബ്രഹാം ഒന്ന് നോക്കിയേ, ദൈവത്തിന്റെ അടുത്ത് നിന്നാ വാദിക്കുന്നത് അല്ലേ? അപ്പോഴേക്കപ്പം മറുപടി കിട്ടിക്കൊണ്ടിരിക്കുക. അത്ര അടുത്ത് നിൽക്കുമ്പോഴേ ഇങ്ങനെ വാദിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ പക്ഷപാതം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, പക്ഷപാതം ചെയ്യണമെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ആരാണ്? ദൈവത്തോട് അടുക്കുന്നവർക്കാണ് പക്ഷപാതം ചെയ്യാനായിട്ട് കഴിയുന്നത്. ഞാനിനി വായിച്ച കുറിവാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരട്ടെ. അവിടെ ഒത്തിരി കാര്യങ്ങൾ ധ്യാനിക്കാനുണ്ട്. അവിടെ ധ്യാനിച്ചതിന് ശേഷമേ നമുക്കിത് ഒന്നും കൂടെ ആഴത്തിലേക്ക് നമുക്ക് ഗ്രഹിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടി നമ്മൾ ഇനി പക്ഷപാതം ചെയ്യേണ്ട വിഷയങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ മടങ്ങി വരാൻ പോവുകയാണ്. റോമാലേഖനം 8:17 നമ്മൾ മടങ്ങി വരികയാണ്. അവിടെ ഇത് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. എന്താ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോ അബ്രഹാം ലോകത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തത് നമുക്ക് മനസ്സിലായി. ലോത്ത് നശിപ്പിക്കാൻ പോവുകയാണ്, സോദോം നശിപ്പിക്കാൻ പോവുകയാണ്, സോദോം ഗൊമോറ നശിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കൂട്ടത്തിൽ ലോത്ത് നഷ്ടപ്പെട്ടു പോകരുത്, അതായിരുന്നു വിഷയം. എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. എന്താണ് വിഷയം? റോമാലേഖനം 8:17 വാക്യം ഇങ്ങനെ കഴിയുന്നു. 8:17 ഇങ്ങനെ കാണുന്നു, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ആ വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യ. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവാസികളും തന്നെ. അടുത്ത വാക്യം, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ദൈവം നമ്മൾ പഠിച്ചതാ, കഷ്ടം അനുഭവിക്കണം അല്ലേ? അതിലൂടെ വ്യക്തമാക്കുകയാണ്. ആ വാക്യോടെ ഒന്നുകൂടെ വ്യക്തമാക്കുക. എന്താണ് വ്യക്തമാക്കുന്നത്? നമുക്ക് കർത്താവിനോട് കൂട്ടവകാശം വേണോ? അവകാശവും കൂട്ടവകാശവും ഒക്കെ കിട്ടണോ? അങ്ങനെയാണെങ്കിൽ അവനോട് കൂടെ തേജസ്കരിക്കപ്പെടണം. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി ദൈവം വെച്ചിട്ടുള്ളതാണ് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കഷ്ടം അനുഭവിക്കാതെ ഒരു മനുഷ്യൻ തേജസ്കരിക്കപ്പെടുകയില്ല. ഈ ഭൂമിയിൽ വെച്ച് കഷ്ടം അനുഭവിക്കാതെ ആരും തേജസ്കരിക്കപ്പെടുകയില്ല. അപ്പൊ നാം തേജസ്കരിക്കപ്പെടാൻ വേണ്ടി വിശുദ്ധന്മാര് കഷ്ടം അനുഭവിക്കേണ്ടി വരും. ഒരു സംശയമില്ല. ഇത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം അതാ പറഞ്ഞത്. അടിസ്ഥാനം പറഞ്ഞു പോയാൽ നീതിമാന്റെ സ്ഥിതി വല്ലാത്ത സ്ഥിതിയാണ്. ഈ കാലഘട്ടത്തിൽ പറ്റിയ കാര്യം അതാ. ഈ അടിസ്ഥാനമായ കാര്യങ്ങൾ
നാം മറന്നുപോയി. നമുക്ക് ഒരു സന്തോഷം ലഭിക്കുന്ന, ജനത്തിന്റെ താല്പര്യം വരുന്ന വിഷയങ്ങളിൽ പ്രസംഗമായി മുന്നോട്ട് പോയതിന്റെ പരാജയമുണ്ട്. ഇത് തിരിച്ചറിയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും വിശ്വാസത്തിൽ ഉഴന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ പറയാണ് ദൈവമക്കൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ കാര്യം പറയുന്നത്, എല്ലാവരുടെ കാര്യമല്ല. വിശുദ്ധന്മാരെ സംബന്ധിച്ച് അവരെ തേജസ്കരിക്കപ്പെടാൻ വേണ്ടി അവർ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. വിശുദ്ധന്മാരും നിരന്തരം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലത്തെ സ്ഥിതി ഒന്ന് ആലോചിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് 2-3 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ആ ഭാഗങ്ങളിൽ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് അങ്ങനെ കഷ്ടം അനുഭവിച്ചാൽ, നിരന്തരമായി കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ സംഭവിക്കുന്ന കാര്യം എന്താ പറയുന്നത്? അവർ ബലഹീനരായി പോകും. നമുക്ക് ബലഹീനതകൾ സംഭവിക്കാം. അവിടെ പറയാണ് ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ആത്മീകമായിട്ടും നാം ബലഹീനരായി പോകും. ഒത്തിരി കഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുക, ഒരു വിടുതൽ കാണുന്നില്ല. നന്മയ്ക്ക് മുകളിൽ നന്മയായി, അനുഗ്രഹത്തിന്റെ മുകളിൽ അനുഗ്രഹമായി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമൊന്നും കാണാനില്ല ദൈവവിശുദ്ധന്മാരെ സംബന്ധിച്ച്. ഒരു വിശുദ്ധനും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത് പുതിയ നിയമത്തിൽ കാണുന്നില്ല. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താ? നമുക്കൊരു സംഭവം സംഭവിക്കും. നമുക്കൊരല്പം ബലഹീനത വരും. ശാരീരികമായി നമുക്ക് സഹിക്കാൻ വയ്യാത്ത സ്ഥിതികൾ വരും. നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മാനസികമായിട്ട് അതുകൊണ്ട് തളർച്ച വരും. ആത്മീയമായി നമ്മൾ തളർച്ച വരും. അപ്പോ നമ്മള് ഈ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച പോലെ 3 തവണ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നിർത്തുന്നില്ല. ഈ ശരീരത്തിൽ ഈ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥനയായിട്ട് വരും. ചിലരെന്ത് ഈ കഠിന ഉപവാസം വരെ എടുക്കും. ഇനി അത് മാത്രമല്ല, ഈ പ്രാർത്ഥന മുറുകി ഇനി എന്തൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതെങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളങ്ങോട്ട് വിഷമിച്ചു പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ? വേണ്ടും പോലെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അവിടെ പറയുന്ന കാര്യം എന്താ അറിയോ? ഇങ്ങനെ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാട്ടുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. സർവ്വസൃഷ്ടിക്ക് ഞരക്കമുണ്ട്. ഈ ഭൂമിയിൽ ഒരു വിടുതൽ പ്രാപിച്ചിട്ടില്ല. നമുക്ക് ശരീരത്തിന്റെ ഉള്ള ഒരു വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുമ്പോൾ എളുപ്പമല്ല. ഭയങ്കര ഞരക്കം സംഭവിക്കും. ഈ ഞരക്കം സംഭവിക്കുമ്പോൾ വേണ്ട പോലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. ഈ സംഭവിക്കുന്ന കാര്യം കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയാണ്. അയ്യോ, നീ ബലഹീനപ്പെട്ടു പോയോ, പ്രാർത്ഥിക്കാനും പോലും പറ്റത്തില്ലേ. അപ്പൊ എന്താ ചെയ്യുന്നത് അറിയോ? അവിടെ പറഞ്ഞ വാക്ക് ഇതാണ്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ ഈ ഞരക്കമുണ്ടല്ലോ, ഏത് ഈ വീണ്ടെടുപ്പ് കിട്ടാതെ പുത്രത്തിന് വേണ്ടി കാത്തുകൊണ്ട്, കർത്താവേ അങ്ങ് സേവിച്ചിട്ടും എനിക്കെന്താ ഈ സ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഞരക്കമുണ്ടല്ലോ. ഈ ഞരക്കത്തെ മുഴുവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്ന പക്ഷപാതം. അപ്പൊ പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്, അവന്റെ ഉള്ളിൽ ഞരക്കം കണ്ടോ, അവൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ഞരക്കങ്ങളെ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ അറിയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഈ പക്ഷപാതം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള വാക്യ. ആ വാക്യം ഒന്ന് നമുക്കൊന്ന് വ്യാഖ്യാനിച്ച് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങൾ സകലവും, അങ്ങനെ വായിക്കണത്. അല്ലാതെ നമ്മൾ തെറ്റിദ്ധരിച്ച് വായിച്ചിട്ടുണ്ട്, അത് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം അവിടെ വ്യക്തമാക്കുന്നത് ഇതിനോട് ബന്ധത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അതിന് നോക്കിയേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും. ആ സകലം എന്താണെന്ന് ഞാൻ പറയാം. അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങൾ സകലവും എന്ന് വായിക്കണം, എന്നാൽ ശരിയാവും. കഷ്ടങ്ങൾ സകലവും അത് നന്മയ്ക്കായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? അഥവാ നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരുവാൻ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനെ വേണ്ടി അത് കൂടി ആവരിക്കുന്നുവെന്ന് നാം അറിയണം. ഈ കഷ്ടമൊക്കെ തന്നിട്ട്, ഈ പ്രയാസങ്ങളൊക്കെ തന്നിട്ട് ഇത് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാ. എന്താ നന്മ? ഒറ്റ നന്മയേ ഉള്ളൂ, പ്രധാനപ്പെട്ട നന്മ. ക്രിസ്തുവിന്റെ അവകാശി, കൂട്ടവകാശി, നാം തേജസ്കരിക്കപ്പെടണം. ഈ ലക്ഷ്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണെന്ന്. ഈ കഷ്ടങ്ങളെല്ലാം ജീവിതത്തിൽ തന്നത്, മാറാതെ നിൽക്കുന്ന ചില അനുഭവങ്ങൾ, അല്പം പ്രയാസങ്ങൾ, ഇതെല്ലാം എന്താണ്? നമ്മെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. അതാ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്റെ അടുത്ത വാക്യം വായിച്ചാൽ വ്യക്തമാണത്. എന്താ അവന്റെ ലക്ഷ്യം? അവന്റെ ആഗ്രഹം പറയാണ്, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അതിനു വേണ്ടിയിട്ട് ഈ അനുഭവങ്ങൾ വരുന്നത്. ഇതാ നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ കേട്ട കുറെ കഥകളും കുറെ വ്യാഖ്യാനങ്ങളും അല്ല ഇതിന് ശരി. ആ ശരിയായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇങ്ങനെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ കുറെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരും. ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം നന്മയ്ക്കായി തീരുന്നു. എന്താണ് നന്മ? നമ്മള് അവന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വരൂപത്തോട് അനുരൂപരാക്കണം, അല്ലെങ്കിൽ നമ്മെ തേജസ്കരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. എന്താണ് അവിടെ? ഇനി 3-ാമത്തെ കാര്യം പറയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയാൻ പോവാണ്. എന്താ രണ്ടാമത്തെ കാര്യം? അതിന് 35-ാമത്തെ വാക്യം പറയാണ്,
നമ്മുടെ ഈ അനുഭവങ്ങളെ കുറിച്ച് പറയണം. ഒരു വിശുദ്ധന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ വരാമെന്നാണ് പറയുന്നത്. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഒരു 6-7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഭക്തന്മാർക്ക് വേണ്ടി, ഇതെല്ലാമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഭൂമിയിലെ നന്മകൾ. വിഷമം തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പണങ്ങരുത്, എന്നോട് പണിക്കിട്ട് ഒരു കാര്യമില്ല. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളുടെ ലിസ്റ്റ് വായിച്ചത്. എന്തൊക്കെയാണ്? കഷ്ടത, സങ്കടം, സങ്കടം മാറിയിട്ട് വല്ല ദിവസമുണ്ടോ? കഷ്ടത മാറിയിട്ട് വല്ല ദിവസമുണ്ടോ? ഉപദ്രവം മാറുന്നുണ്ടോ? ഓ സ്തോത്രം, സന്തോഷിച്ചോ, സന്തോഷിച്ചോ. പട്ടിണി, ചില ദിവസം പട്ടിണി കിടക്കേണ്ടി വരിക, ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. വീട്ടിൽ ഭക്ഷണം ഇല്ലാതെ ഇല്ല. പലർക്കും പറ്റുന്ന പ്രശ്നം എന്താ അറിയോ? ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല, പട്ടിണി. നഗ്നതയോ, ഞാൻ പണ്ട് ഓർത്തിട്ടുണ്ട് നഗ്നതയൊക്കെ വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിലെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ഭർത്താവ് മദ്യപാനിയാ, മുഴുക്കുടിയനാ. ആ സഹോദരി വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നും ഉപദ്രവ, കുടിച്ചു വന്ന് അടിക്ക് ഉപദ്രവിക്കും, വല്ലാതെ കഷ്ടപ്പെടുത്തും. സിഗരറ്റൊക്കെ എടുത്ത് കത്തിച്ച് മുഖത്തും ശരീരഭാഗങ്ങളിലൊക്കെ അങ്ങ് കത്തിച്ച് പൊള്ളിക്കും. ഒരു ദിവസം വന്ന് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇറക്കി വിട്ടു. നാണക്കേട് സഹിക്കാൻ വയ്യാത്ത സ്ഥിതി. നഗ്നതയിൽ മുറ്റത്തേക്ക് ഇറങ്ങി വെക്കേണ്ട ഗതികേട്. പ്രായമുള്ള 2 ടീനേജുകാരായ 2 ആൺപിള്ളേര്. ആ സങ്കടം സഹിക്കാൻ പറയാതെ ആ സഹോദരി ഓടിപ്പോയി ബാക്കി കൂടെ ചെന്ന് ബാക്കിലിരുന്ന മണ്ണെണ്ണയ്ക്കാനെടുത്ത് അതങ്ങ് കുടിച്ചു, മണ്ണെണ്ണ കുടിച്ചു. പിന്നീട് പ്രയാസങ്ങൾ വളരെ പാടുപെട്ടു, ആശുപത്രിയിൽ പോകാനും അവിടുന്ന് ഏതായാലും രക്ഷപ്പെട്ടു. ഞാൻ ആ ഉപദേശം പറഞ്ഞു മനസ്സിലാക്കാൻ പാടുപെട്ടു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടങ്ങൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറയുന്നതെന്ന് അറിയോ? ഇങ്ങനെ തുടങ്ങുമ്പോൾ ഈ കഷ്ടത, ഈ അനുഗ്രഹങ്ങൾ, ഭൂമിയിൽ ലഭിക്കാൻ പോകുന്ന ഈ നന്മകൾ, വിശുദ്ധന്മാർക്ക് കിട്ടാൻ പോകുന്ന നന്മകൾ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ചിലപ്പോൾ വേർപിരിക്കപ്പെടാം. കണ്ടോ അല്ലേ? അറിയാതെ മതി, എനിക്ക് വിശ്വാസം മതി എന്നങ്ങ് തോന്നും, വേറെ ഒരു നന്മയും കാണാനില്ല എന്ന് തോന്നും. അപ്പോൾ ഇത് വേർപിരിക്കപ്പെടാനുള്ള പ്രേരണയായി മാറും. അപ്പൊ ഇതിന് പകരം നമ്മൾ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടി, ആ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവും പരിശുദ്ധാത്മാവും നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടി അവർ പക്ഷപാതം ചെയ്യാൻ തുടങ്ങുക പിതാവിനോട്. പിതാവെ അവരെ തേജസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്കറിയാം. പക്ഷെ അവരിത്രയും കഷ്ടം സഹിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവരെ ഒന്ന് സഹായിക്കണം, അവരെ ഒന്ന് സഹായിക്കണം, അവർക്ക് അതിനുള്ള കൃപ കൊടുക്കണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്ന് വീട് പോകാതിരിക്കാൻ വേണ്ടി ഇവർ പരിശുദ്ധാത്മാവും കർത്താവും നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിന്ന് പക്ഷപാതം ചെയ്യുന്നത്, സദാ പക്ഷപാതം ചെയ്യുകയാണ്. അതിന്റെ ഫലമായി 37 വായിക്കുന്നത് ഇങ്ങനെയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. എങ്ങനെ പൂർണ്ണജയം പ്രാപിക്കുന്നത്? നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവും കർത്താവും പക്ഷപാതം ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ നന്മ ലഭിക്കാൻ പോകുമ്പോൾ, ഇതാണ് ലഭിക്കാൻ പോകുന്ന നന്മ എന്ന് തിരിച്ചറിഞ്ഞാൽ, സ്തോത്രം, നമ്മള് ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ എപ്പോഴേ വേർവിട്ടു പോകും. അത് അപ്പോസ്തലൻ പറയാ. എന്നാൽ ഇത് അറിഞ്ഞ് ബോധമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനമുള്ളവര്, അവരെ വേർപിരിക്കാൻ ഈ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഈ 7 വിധ കാര്യങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് അപ്പോസ്തലനോട് ഓർമ്മപ്പെടുത്തിയത്. സമയം തീർന്നല്ലോ ദൈവമേ, സ്തോത്രം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇബ്രാഹിലേഖനത്തിന്റെ 7:25 ഞാൻ വരാം. 3-ാമത്തെ കാര്യം പറയുന്ന കർത്താവ് പക്ഷപാതം ചെയ്യുന്ന ഭാഗം പറയുന്നുണ്ടല്ലോ, ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവത്തിന്റെ ലക്ഷ്യം എന്താ അറിയോ? ഇങ്ങനെ കഷ്ടമൊക്കെ സഹിച്ചു നിൽക്കുന്ന ആൾക്കാര് ദൈവത്തോട് അടുത്ത ജീവിക്കുന്നവർക്കാണ് ഈ കഷ്ടമൊക്കെ കൊടുക്കുന്നത്, അല്ലാത്തവരുടെ കാര്യമൊന്നുമല്ല. അവരെ രക്ഷിക്കാൻ, പൂർണ്ണമായി രക്ഷിക്കുവാൻ വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? ഈ കർത്താവും പരിശുദ്ധാത്മാവും പക്ഷപാതം ചെയ്യുന്നതിന്റെ 3 കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഓ സ്തോത്രം. അങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പക്ഷപാതം ചെയ്യുന്നത്. ഇനി ഞാൻ പറയട്ടെ, നാം എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യേണ്ടത്? ഇത് കാര്യം മനസ്സിലായി. ഇനി നാം എന്തിനാണ് പക്ഷപാതം ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണെന്ന് പറയാം. ദൈവിക പദ്ധതിയിലുള്ള പ്രിയപ്പെട്ടവർ ബലഹീനപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലേ? ഈ ദൈവിക പദ്ധതിയിലുള്ള നമുക്കറിയാം, അവർ കൃപയിൽ നിൽക്കുന്നവരാ, ആത്മീയമായി മുന്നേറുന്നവരാ. അവരനുഭവിക്കുന്ന കഷ്ടം കാണുമ്പോൾ അവർ കൃപയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ പക്ഷപാതം ചെയ്യണം. കർത്താവേ, ദൈവസ്നേഹത്തിൽ നിന്ന് അവർ വേർതിരിക്കപ്പെട്ടു പോലെ ഇനിയും അവർക്ക് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ വിഷമത്തോടെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ലക്ഷ്യം. കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, അല്ലേ? നിരന്തരം രോഗം അവർ ശരീരത്തിൽ വഹിക്കുന്നവരുണ്ട്, വേദന സഹിക്കുന്നവരുണ്ട്, ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, സങ്കടത്തിൽപ്പെട്ടവരുണ്ട്, പട്ടിണി അനുഭവിക്കുന്നവരുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരാ. എന്നിട്ട് എന്തെന്ന് ചോദിക്കരുത്. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളാണ്, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നാം അവർക്ക് വേണ്ടി അത് തിരിച്ചറിയുന്നവർ, അതായത് കേൾക്കുന്നവർ, അവർക്ക് വേണ്ടി മനസ്സിലാകുന്നവർ, നമ്മുടെ സ്നേഹിതന്മാരാകാം.
നമ്മുടെ സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ ദേശത്ത് ഒരു രാജ്യം മുഴുവനായിരിക്കാം. ആരാണോ അവർക്ക് വേണ്ടി നാം പക്ഷപാതം ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം. എന്താ പ്രാർത്ഥിക്കാനുള്ള സബ്ജക്റ്റ്? അതാ 2:4 വായിക്കുന്നു. 1 Timothy 2:4 അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നുണ്ട്. ഇതാ പക്ഷപാതത്തിന്റെ വിഷയം. രാജാക്കന്മാർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാനുള്ളത്? അധികാരസ്ഥന്മാർക്ക് അവർ രക്ഷ പ്രാപിക്കണം, അവർ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആ പക്ഷപാതത്തിന്റെ സബ്ജക്റ്റ് ഇതാ. രാജാക്കന്മാർക്കും വേണ്ടി അല്ലെങ്കിൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ സബ്ജക്റ്റ് ഇതായിരിക്കണം. എന്താണ്? അവർ രക്ഷ പ്രാപിക്കണം, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ഞാൻ വാക്കുകൾ നിർത്തുക. സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ ഇഷ്ടമാണ് പക്ഷപാതം. പ്രാർത്ഥനയുടെ ഒരു തലമാണ്, മൂന്നാമത്തെ തലമായിട്ട് നാം മനസ്സിലാക്കുന്നതാണ് പക്ഷപാതം. ഇത് നാം ചെയ്യാതെ നമുക്ക് ആ കൂട്ടവാസത്തിലേക്ക് എത്താൻ കഴിയില്ല. നാം പോയേ പറ്റൂ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷപാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. ഞാൻ പക്ഷപാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ദൈവത്തോടൊന്നും കൂടെ അടുക്കേണ്ടതുണ്ട്. അങ്ങയോടൊന്നും വാദിക്കാൻ തക്കവണ്ണം അങ്ങയുടെ അടുത്ത് നിന്ന് പക്ഷപാതമായി അവർ അവർക്ക് വേണ്ടി പക്ഷം പിടിച്ച് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം എന്റെ യോഗ്യരായി ഒന്ന് എണ്ണണമേ നാഥ. എന്നെ അതിനായി ഒന്ന് അനുവദിക്കണമേ നാഥ. കർത്താവെ, അങ്ങയുടെ നീതിയുടെ അങ്കി എന്നെ ഒന്ന് ഉടുപ്പിച്ച് കർത്താവെ അങ്ങയുടെ അടുക്കലെന്ന് നിർത്തണമേ നാഥ. നമുക്കൊന്ന് നിലവിളിക്കാമോ? കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞിട്ടില്ല നാഥ. എനിക്കിതിൽ ശേഷിക്കുന്ന ദിവസങ്ങളിലെങ്കിലും കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഹിതമൊന്നും നിറവേറ്റുവാൻ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുവാൻ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ ചെയ്യുവാൻ പ്രിയപ്പെടുന്നു എന്ന് പറയത്തക്കവണ്ണം ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു. എന്നെ അതിനായി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.